ഇന്ന് ഞാൻ ഒരുപാട് വട്ടം ഉണ്ടാക്കാൻ ശ്രമിച്ച് പാളിപ്പോയ ഒരാളെയാണ് കേട്ടോ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വേറെ ആരുമല്ല. പണ്ട് നമ്മുടെ ആമസാറിൻ്റെ ഒപ്പം മത്സരിച്ച് ഉറങ്ങിപ്പോയില്ലേ മുയൽ സാറ്, ആളെ തന്നെ. ഈ ക്ലേ ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിയത്. വളരെ വിലക്കുറവായിരുന്നു. വിലക്കുറവ് കാരണം കൊണ്ട് ഇത്രയും വലിയൊരു പണി കിട്ടുമെന്ന് ഞാൻ കരുതിയില്ല. ഇതിലാണെങ്കിൽ നിറച്ച് കല്ലുകളായിരുന്നു. നമ്മുടെ റേഷൻ അരി പോലും കാണില്ല ഇത്രയധികം കല്ലുകൾ. പിന്നെ വേറെന്ത് ചെയ്യാനാ, അത് മുഴുവൻ കുത്തിയിരുന്ന് പറക്കി കളയേണ്ടി വന്നു. ഈ മുയൽ സാറ് കുട്ടിക്കാലത്തെ പ്രധാന കൗതുകങ്ങളിലൊന്നായിരുന്നു കേട്ടോ. അതിനൊരു കാരണവുമുണ്ട്. അയൽ വീട്ടിലെ പ്രധാന പെറ്റായിരുന്നു ചുവന്ന കണ്ണുകളുള്ള ഒരു മുയൽ സാറ്. അന്ന് അതിനെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചതും അതിൻ്റെ പേരിൽ അടി കിട്ടിയതൊക്കെ ഇന്ന് നല്ല ഓർമ്മയുണ്ട്. എനിക്കന്ന് മുയലിനെ വാങ്ങി തന്നില്ലെങ്കിലും പിന്നീട് കൂട്ടുകാരൻ്റെ വീട്ടിൽ വാങ്ങിയ മുയലിനെ താലോലിച്ച് ആ ആഗ്രഹം അങ്ങ് സാധിച്ചു. പിന്നെ കൂട്ടുകാരൻ്റെ എന്ന് പറഞ്ഞാൽ നമ്മുടേതും കൂടെ ആണല്ലോ. പിന്നെ അതിനെ തീറ്റ പറിക്കാൻ പോകുന്നതും വീട്ടിൽ വാങ്ങി വെക്കുന്ന ക്യാരറ്റ് അമ്മ കാണാതെ എടുത്തു കൊടുക്കുന്നതും ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന വിനോദങ്ങൾ. ക്ലേ വെച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പം പഴയ ഓരോ കാര്യങ്ങളൊക്കെ ഓർമ്മ വരും കേട്ടോ. ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ആ ബാല്യകാലത്തിൽ ചില മധുരമുള്ള ഓർമ്മകൾ. നിങ്ങളും ഇതുപോലെ വീട്ടിൽ മുയലുകളെയും പെറ്റുകളെയൊക്കെ വളർത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ പ്രധാനപ്പെട്ട പെറ്റ് എന്തായിരുന്നു? ഞാൻ പിന്നെ വളർത്തിയിട്ടുള്ളത് ഗപ്പികളൊക്കെയാണ് കേട്ടോ. ഗപ്പികൾ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. കൂട്ടുകാരൻ്റെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ടൊക്കെ ആയിരുന്നു അന്ന് ഗപ്പികളെ വാങ്ങിയിരുന്നത്. അന്ന് കിട്ടിയിരുന്ന പോക്കറ്റ് മണിയൊക്കെ ചിലവാകുന്നത് ഇങ്ങനെ ഗപ്പികളെ വാങ്ങിച്ചും ബാക്കിയുള്ള പൈസയ്ക്ക് മിഠായികളൊക്കെ വാങ്ങിയിട്ടുമായിരുന്നു കേട്ടോ. നിങ്ങളുടെ പ്രധാനപ്പെട്ട ബാല്യകാല ഓർമ്മകളിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? നമുക്ക് ആ മധുരമുള്ള ഓർമ്മകൾ ഒന്നുകൂടെ ഒന്ന് അയവിറക്കിയാലോ? നിങ്ങളുടെ അന്നത്തെ പ്രധാന ഹോബികളും മധുരമുള്ള ഓർമ്മകളും ഒക്കെ കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യുന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാനുള്ള റെഫറൻസ് പിക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ഗൂഗിളിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് ഈസി ആയിട്ട് തോന്നി. അല്ലെങ്കിലും ടഫായിട്ടുള്ളതൊന്നും ഞാൻ ചെയ്യില്ല. കാരണം എനിക്കതൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഇങ്ങനെ എന്തെങ്കിലും തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആണെങ്കിൽ ഡബിൾ ഓക്കെ. എപ്പോൾ ചെയ്തെന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. കാരണം നമ്മുടെ കൈ കൊണ്ടുണ്ടാക്കിയത് വീട്ടിലിങ്ങനെ ഇരിക്കുന്നതാണ് നമുക്കതൊരു അഭിമാനമല്ലേ. ഇത്രയും വരെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇതൊരു മുയലിനെ പോലൊക്കെ തോന്നുന്നില്ലേ? ഇങ്ങനെയായിരുന്നു കേട്ടോ റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നത്. ഇപ്പം നല്ല സുന്ദര കുട്ടപ്പൻ മുയലായിട്ടില്ലേ? ഇതുവരെ ഓക്കെ ആയിരുന്നു. ഇനി എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണങ്ങി കഴിഞ്ഞ് പെയിൻ്റ് അടിച്ചപ്പോൾ ഉള്ള കാര്യമാണ്. പെയിൻ്റ് അടിച്ച് കുളമാക്കിയെന്ന് തന്നെ പറയാം. കാര്യം ഞാൻ ഈ പരിപാടി പുതിയതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും എൻ്റെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ വൈറ്റ് കളർ പെയിൻ്റാണ് കൊടുത്തത്. വൈറ്റ് കളർ എടുത്തത് ഇച്ചിരി കൂടിപ്പോയി. അതുകൊണ്ട് അതിലേക്ക് കുറച്ച് ബ്രൗൺ കളറും കൂടി മിക്സ് ചെയ്ത് ഏകദേശം ഒരു ലൈറ്റ് ഷെയ്ഡാക്കി എടുത്തിട്ടുണ്ട്. ലൈറ്റ് യെല്ലോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലൈറ്റ് കളർ ബ്രൗൺ. അതും പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ കളർ മുയലിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം ഇങ്ങനെയാണ് പെയിൻ്റ് അടിച്ച് വന്നപ്പോൾ ഏകദേശം ഒരു കോലം. എനിക്ക് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പുള്ളതായിരുന്നു ഇഷ്ടമായത്. പക്ഷെ ഉണങ്ങി കഴിയുമ്പം അത് ആകെ ഒരു ബോർ ലുക്കായിരുന്നു. ഞാനതിനെ പെയിൻറ് ചെയ്ത് ഒന്നുകൂടെ ബോറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊയൽ സാറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ട്രൈ ചെയ്ത് നോക്കാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ ബൈ ബൈ.